ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കണ്ടൻറ്റുമായിട്ട് തന്നെയാണ്. RRB NTPCയുടെ കീഴിൽ വരുന്ന സ്റ്റേഷൻ മാസ്റ്ററിനെ കുറിച്ച് അറിയാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, സ്റ്റേഷൻ മാസ്റ്ററിനെ കുറിച്ചിട്ട് ഒരു കുട്ടി അവയർനെസ് തരാൻ വേണ്ടിയാണ്. എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ, ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താം, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അതിനെങ്ങനെയൊക്കെയാണ് ജോബ് കാറ്റഗറൈസേഷൻ ഒക്കെ എന്ന് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുക എന്നുള്ളൊരു അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു അവയർനെസ് വീഡിയോ നമ്മൾ എന്തായാലും പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാണുന്ന പോലെ തന്നെ RRB NTPC സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യം ആലോചിക്കാം. RRBയുടെ NTPC ആണ് അല്ലേ. RRB നമ്മളിപ്പം നോട്ടിഫിക്കേഷൻ വിളിക്കാത്ത ഒരു പോസ്റ്റാണ് അല്ലേ. നമ്മുടെ NTPC വന്നിട്ടില്ല, ബാക്കിയെല്ലാം എക്സാമിനേഷൻ വന്നു. ഇനി NTPC എന്താ സെപ്റ്റംബറിന് മുന്നേ തന്നെ ഉറപ്പായിട്ട്. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു എന്നാ വരുന്നത്. ഞാൻ ആ വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബറിൽ മുമ്പേ ആയിട്ട് എന്ത് വരുമെന്ന് NTPC വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും പറയാണ്, സെപ്റ്റംബർ ആ ഒരു ടൈം അടുക്കുമ്പോഴേക്കും എന്ത് വരും, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങേണ്ടുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്താണ് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ്. RRB NTPCയുടെ കീഴിൽ വരുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റിൽ വരുന്ന ഒരു ജോലിയാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ്റെ കുറച്ച് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന്, അതായത് എന്താണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ജോലി എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഓപ്പറേഷൻസ്. ട്രെയിൻ എപ്പോൾ അറൈവ് ചെയ്യുന്നു, എപ്പോൾ ഡിപ്പാർച്ച് ചെയ്യുന്നു, അതായത് വരുന്നു പോകുന്നു, ട്രെയിൻ ഏതൊക്കെ ട്രെയിനാണ് ആ ഒരു സ്റ്റേഷനിൽ ഉള്ളത് എന്നൊക്കെ ഉള്ള ഒരു ഹോൾ അവയർനെസ് ഉണ്ടല്ലോ, അതായത് ഹോൾ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം കണ്ടന്റ് പാക്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഒരു സ്റ്റേഷൻ്റെ, ഒരു റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ ആ സ്റ്റേഷൻ്റെ ഓവറോൾ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ആരുടെ കയ്യിലാണ്, അത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മാനേജറിയൽ പൊസിഷൻ അല്ലെങ്കിൽ ഓപ്പറേഷണൽ പൊസിഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ, ഒരു സ്റ്റേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾ എന്നുള്ള രീതിയിലുള്ള ആളാണ് ആരെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ പുള്ളിയുടെ ആദ്യത്തെ കാര്യം എന്താണ്, ട്രെയിനിൻ്റെ ഓപ്പറേഷൻസ്. ട്രെയിൻ എന്താണ്, ഒരു സ്റ്റേഷൻ മാസ്റ്റർ ചാർജ് ഓഫ് റണ്ണിങ് ട്രെയിൻസ്. ഒരു സ്റ്റേഷനിൽ നിന്ന് റണ്ണ് ചെയ്യുന്ന ട്രെയിൻസ് ഏതൊക്കെയാണ്, അത് എത്ര മണിക്കാണ് പോകുന്നത്, എപ്പോഴാണ് അത് പുറപ്പെടേണ്ടത്, എപ്പോഴാണ് അത് മറ്റൊരു സ്റ്റേഷനിൽ നിന്ന് തിരികെ വരേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്ന ആളാണ് സ്റ്റേഷൻ മാസ്റ്റർ. അതിൻ്റെ കൺട്രോളാണ് പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ചെക്ക് ഓൾ ദ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ്. പിന്നെ എന്താണ്, ഒരു സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റേഷൻ എടുക്കുമ്പോൾ അവിടുത്തെ അമ്യൂണിറ്റീസ്, അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം എന്താണ്, പ്രോപ്പർ ആണോ, അത് ഫിറ്റ് ആണോ, നല്ലതാണോ എന്ന് പറയുന്ന ആളും കൂടെയാണ്. അതായത് ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന ആളും കൂടെയാണ് ആര്, അതെന്ന് വെച്ചാൽ ഓവറോൾ ചെക്കിങ് ആണ് കേട്ടോ. അല്ലാണ്ട് എല്ലായിടത്തും പോയി ചെക്ക് ചെയ്യുന്ന അങ്ങനെയല്ല. ഓവറോൾ ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ, ഒരു മാനേജറിയൽ പൊസിഷനിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ അമ്യൂണിറ്റീസും ശരിയാണോ, വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ട്രെയിനിൻ്റെ ഫെസിലിറ്റീസ് കറക്റ്റ് ആണോ, അവിടുത്തെ നമ്മുടെ റിട്ടേൺ ബോർഡ്സ് ഒക്കെ, അതായത് ഡിസ്പ്ലേ ചെയ്യുന്ന ബോർഡ്സ് ഒക്കെ കൃത്യസമയത്ത് ഇടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഓവറോൾ ഒരു അനലൈസിങ് ഉണ്ടല്ലോ, അത് ചെയ്യുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, പാസഞ്ചർ അസിസ്റ്റൻസ്. പാസഞ്ചറിൻ്റെ അസിസ്റ്റൻസ്, എന്തെങ്കിലും ഒരു ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സോ സംഭവിക്കുമ്പോൾ പാസഞ്ചറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന, ഒരു എമർജൻസി ടേക്ക് ഓവർ എന്ന് പറയുന്ന പോലെ എമർജൻസി സമയത്ത് ആ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളും എന്ത് തന്നെയാണ്, ഈ സ്റ്റേഷൻ മാസ്റ്റർ തന്നെ. എല്ലാ പോയിന്റ്സും നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഹെഡ് എന്നുള്ള രീതിയിൽ ഒരു ഹെഡായിട്ട് നിന്ന് ആ ഒരു കാര്യമെല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ നടന്നു പോകാൻ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്ന ആൾ തന്നെയാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ്, മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ്പ്. എന്തെങ്കിലും മെയിൻ്റനൻസ് അവിടെ വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ കാണുന്നുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്താണ് വാഷ്റൂം ഫെസിലിറ്റി നല്ലതല്ല, റെസ്റ്റ് റൂം ഫെസിലിറ്റി നല്ലതല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കും. പിന്നെ ട്രെയിനിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കും. ഇതൊക്കെ എന്താണ്, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്ത്, അതിനെയൊക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പർലി നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന ആളും കൂടെയാണ് സ്റ്റേഷൻ മാസ്റ്റർ. പിന്നെ എന്താണ്, കോർഡിനേഷൻ വിത്ത് ട്രെയിൻ ക്രൂ ആൻഡ് അതർ സ്റ്റേഷൻസ്. പിന്നെ മറ്റ് സ്റ്റേഷനുമായിട്ടുള്ള കോർഡിനേഷൻ. അറിയാലോ, ഇവിടെ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെട്ട് മറ്റൊരു സ്റ്റേഷൻ, എത്ര സ്റ്റേഷൻ കടന്നാണ് പോകുന്നത്, അപ്പോൾ ഓരോ സ്റ്റേഷനിലും ഉള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ലിങ്കേജ് ഉണ്ടായിരിക്കും. ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലുള്ള ആ ഒരു ട്രെയിൻ ക്രൂ ആയിട്ടും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ കോർഡിനേഷൻ, കമ്മ്യൂണിക്കേഷനൊക്കെ പ്രോപ്പർലി നടക്കുന്നത് ഈ ഒരു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ കൃത്യസമയത്ത് ഓരോ കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഒരു ഡിലേയും കൂടാതെ ട്രെയിനൊക്കെ കൃത്യസമയത്ത്
സമയത്ത് ഫോളോ അപ്പ് ചെയ്ത് വരണമെങ്കിൽ അതിൽ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പറയുന്നത് എമർജൻസി റെസ്പോൺസ്. എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻസ് സംഭവിക്കുകയോ, ട്രെയിൻ ആക്സിഡൻസ്, കൊളാപ്സ് എന്തെങ്കിലും സംഭവിക്കുകയോ, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് അവിടെ ഒരു മെഡിക്കൽ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഓവറോൾ ചെക്കിങ്, ഓവറോൾ കെയർ കൊടുക്കുന്ന ആരാണ്? ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ തലയിലാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ്? റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിന് ആ വരുന്ന സമയത്ത് തന്നെയാണോ ആ റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നാണ്. ഇപ്പം നമുക്കറിയാലോ ഒരുപാട് ട്രെയിൻസ് ഒരേ ടൈമിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ ഒരു ലോഗ്, അതിൻ്റെ ഒരു ഫുൾ ഒരു റെക്കോർഡ് എന്ത് ചെയ്യേണ്ട, കീപ്പ് ചെയ്യേണ്ട ആളാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ. അത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇത് കറക്റ്റ് സമയത്താണോ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ടോ, ഇതിന് എന്തെങ്കിലും ഡിലേസ് വരുന്നുണ്ടോ, പാസഞ്ചേഴ്സ് അവിടെ കുറയുന്നുണ്ടോ, ആ ഒരു വണ്ടി എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, അവിടെ സ്ലീപ്പറിൻ്റെ അവയർനെസ് സ്ലീപ്പറിൻ്റെ സീറ്റ്സ് കറക്റ്റ് ആണോ, എല്ലാത്തിൻ്റെ ഒരു ഓവറോൾ ചെക്കപ്പാണ് ശരിക്കും പറഞ്ഞാൽ ആര് ചെയ്യുന്നത്? സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യുന്നത്. പിന്നെ എന്താണ്? സ്റ്റാഫ് സൂപ്പർവിഷൻ ആൻഡ് സെക്യൂരിറ്റി. പുള്ളിയുടെ കീഴിൽ എന്താണ്? ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, സ്റ്റാഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കൺട്രോൾ ചെയ്ത് സെക്യൂർ ആയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്കുള്ള മാനേജ്മെൻറ്റൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് നിൽക്കുന്ന ആളും ആരാണ്? സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ ഇത്രയും വലിയൊരു ഭാരിച്ചൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആര് ഏറ്റെടുത്തിരിക്കുന്നത്? സ്റ്റേഷൻ മാസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? വലിയൊരു നല്ല പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാലറിയും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഇതിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ഇത്രയും വലിയൊരു പോസ്റ്റാണ്, ഇത്രയും വലിയൊരു പോസ്റ്റിലേക്ക് നമ്മൾ എങ്ങനെ എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സാം ക്ലിയർ ആവണം അല്ലേ? നമുക്ക് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇങ്ങനെ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക്, ഇത്രയും വലിയ ഭാരിച്ച ജോലിയാണ്, അപ്പോൾ അതിലേക്ക് എത്താനുള്ള കറക്റ്റ് ഒരു കഴിവ് നമുക്കുണ്ടോ എന്ന് തിരിച്ചറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? എക്സാം ക്ലിയർ ചെയ്യണം. എന്ത് എക്സാമാണ് ക്ലിയർ ചെയ്യേണ്ടത്? RRB, NTPC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന NTPCയുടെ എക്സാമിനേഷൻ നമ്മൾ ക്വാളിഫൈ ആവണം. അതിലെന്താണ്? ടയർ 1 കംപ്ലീറ്റ് ചെയ്യണം. CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. ടയർ 1 ക്വാളിഫൈ ആവണം. പിന്നെ ടയർ 2 ക്വാളിഫൈ ആവണം. CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ രണ്ടാമത്തെ ഭാഗം ക്വാളിഫൈ ആവണം. അത് കഴിഞ്ഞ് ടൈപ്പിംഗ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, നമ്മുടെ കമ്പ്യൂട്ടർ സ്പീഡ്, ടൈപ്പിംഗ് ടെസ്റ്റ് സ്പീഡ് നോക്കിയിട്ട് ചെയ്യുന്ന സാധനമാണ്, അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടെ കഴിയുമ്പോൾ നമുക്ക് എന്താണ്? കറക്റ്റ്ലി നമ്മൾ എക്സാം ക്വാളിഫൈ ആയി. അപ്പോൾ ഇത്രയും കടമ്പകൾ കടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു സ്റ്റേഷൻ മാസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിലസാൻ പറ്റുമല്ലേ? ഒരു സ്റ്റേഷൻ്റെ കംപ്ലീറ്റ് ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ക്വാളിഫൈ ആയത് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം, ആ ഒരു പൊസിഷൻ റീച്ച് ആവണം. അപ്പോൾ ടയർ 1 CBT 1, ടയർ 2 CBT 2, അത് കഴിഞ്ഞ് ടൈപ്പിംഗ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമും കൂടെ കഴിഞ്ഞ് ഒരു മെഡിക്കൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? എക്സാമിനേഷൻ ക്വാളിഫൈ ആവുള്ളൂ. മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് കേട്ടോ, മെഡിക്കൽ ടെസ്റ്റിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറയണം. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിലാണ് മെഡിക്കൽ പ്രൊസീജിയർ വരുന്നത്. നിങ്ങളുടെ മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആണോ എന്നുള്ള കാര്യം നോക്കുന്നത്. ഡിസബിലിറ്റീസോ ഐ പവറിനോ അങ്ങനെ എന്തെങ്കിലും ഒരു നോർമൽ മൈൽഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ബാധിക്കുന്നതാണ്. ഇവിടെ മെഡിക്കൽ കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം A2 കാറ്റഗറിയാണ് കേട്ടോ. A2 നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എക്സാംസിന് മെഡിക്കൽ കാറ്റഗറീസ് ഉണ്ട്. മെഡിക്കൽ അത് കാരണം റെയിൽവേ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകം സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. A1 കാറ്റഗറി ഉണ്ട്, A2 കാറ്റഗറി ഉണ്ട്, A3 കാറ്റഗറി ഉണ്ട്, B1, B2, C1, C2 എന്ന് പറഞ്ഞ് കാറ്റഗറീസ് ഉണ്ട്. മെഡിക്കൽ കാറ്റഗറി അതായത് ഈ ഒരു വർക്കാണെങ്കിൽ ഇത്രയെങ്കിലും മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. A1 ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ALP പോലെയുള്ള ലോക്കോ പൈലറ്റ് ആവാൻ വേണ്ടി അത്രയും ഭയങ്കരമായിട്ടുള്ള മെഡിക്കൽ ഹെൽത്ത് പരമായിട്ട് നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ALP അതായത് ട്രെയിൻ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് എൻ്റേതായ എന്ത് ചെയ്യണം? മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ A2 കാറ്റഗറിയാണ്. A2 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ്. ഐ പവർ അതൊക്കെ വിഷൻ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹെൽത്ത് സ്റ്റാൻഡേർഡിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗുഡ് ഹെൽത്ത് വിത്ത് മൈനർ ലിമിറ്റേഷൻ. കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്താണ്? നല്ല ഹെൽത്ത് തന്നെയാണ് അവർ പറയുന്നത്. 6/9 തന്നെയാണ് വിഷന് പറയുന്നത്. അങ്ങനെ പല പല കാര്യങ്ങൾ, ഡെന്റൽ ക്യാപ്സ്, അതുപോലെ തന്നെ ഡെന്റൽ ടീത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇയർ സൈറ്റ് പറയുന്നുണ്ട്, ഐ സൈറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മിനിമം ലിമിറ്റേഷൻസ് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി മോർ ഫ്ലെക്സിബിൾ ദാൻ A1 എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും സ്ട്രെനസ് ആയിട്ടുള്ള വർക്കാണ് A1 കാറ്റഗറി വരുന്നത്. ഇതെന്താണ്? കുറച്ചൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളൊക്കെ ഉള്ള ഒരു ജോലിയാണ്. കുറച്ച് ഇരുന്ന് ചെയ്യുന്ന പണിയാണ്, കുറച്ച് സ്ട്രെനസ് ആണ് വർക്ക്, കാരണം നമുക്ക് ഓടി നടന്ന് ചെയ്യേണ്ട പണിയാണ്. എന്നാൽ കുറച്ച് നമുക്ക് റിലാക്സിങ് ആയിട്ടുള്ള ഒരു പണി ആയതുകൊണ്ട് തന്നെ ഒരു സ്ലൈറ്റ്ലി മോർ ഫ്ലെക്സിബിൾ ദാൻ A1 എന്നാണ് പറയുന്നത്. കാരണം A2 കാറ്റഗറി ആയതുകൊണ്ടാണ്. പിന്നെ എന്താണ്? റോൾസ് കോമൺലി അസോസിയേറ്റഡ് സേഫ്റ്റി സെൻസിറ്റീവ് റോൾസ് ലൈക്ക് സ്റ്റേഷൻ മാസ്റ്റർ. കണ്ടോ,
സ്റ്റേഷൻ മാസ്റ്ററിന് മെയിനായിട്ട് A2 ആണ് പറയുന്നത്. അത് സേഫ്റ്റി സെൻസിറ്റീവ് റോൾസ് ആണെന്നാണ് പറയുന്നത്. സേഫ്റ്റി ആണ് സെൻസിറ്റീവ് റോൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നിൽക്കേണ്ട ജോലികളാണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് നല്ല വിജിലൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സെക്ഷനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ ആവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ലോ BP അങ്ങനെയുള്ളവരെയൊന്നും എടുക്കത്തില്ല. ഹെഡ് ആക്ക് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ഒന്നും എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. പിന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? നിങ്ങൾക്ക് അറിയാം RRB NTPCയിലെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ. NTPCയിൽ എന്തൊക്കെയുണ്ട്? +2 ലെവൽ ക്വാളിഫൈ ആയവർക്കും എക്സാം എഴുതാം, ഡിഗ്രി ലെവൽ ക്വാളിഫൈ ആയവർക്കും എക്സാം എഴുതാവുന്നതാണ്. അതിൽ ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യമുണ്ട് കേട്ടോ. എക്സാം ഒന്ന് തന്നെയാണ്, പക്ഷെ എന്താണ്? എക്സാം ഒന്ന് തന്നെയാണ്, പക്ഷേ ഇതെന്താണ്? ഗ്രാജുവേറ്റ് ലെവൽ കാറ്റഗറിയിലാണ് സ്റ്റേഷൻ മാസ്റ്റർ നിൽക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ഓക്കെ, സ്റ്റേഷൻ മാസ്റ്റർ ഫീമെയിൽ മെയിലിന് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ജെൻഡർ ന്യൂട്രൽ ആണ്. അത് കഴിഞ്ഞ് എത്രയാണ്? 18 to 33 ഇയേഴ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയതുകൊണ്ട് 18 to 33 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതിൽ OBC ആണെങ്കിൽ എന്ത് വരും? 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷനും കൂടെ വരും. 3 ഇയേഴ്സ് റിലാക്സേഷനും. അത് കഴിഞ്ഞ് ജനറൽ കാറ്റഗറി, അതായത് UR കാറ്റഗറി ആണെങ്കിൽ എന്തുണ്ട്? ജനറൽ കാറ്റഗറിക്ക് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞത് ജനറൽ കാറ്റഗറിക്ക് ഒരു കണ്ടീഷനും ഇല്ല. 18 to 33 തന്നെയാണ്. OBCക്ക് 3 ഇയേഴ്സും SC/STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സും. SC/STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സ്. ഓക്കെ, ജനറലിന് 18 to 33 ഇയേഴ്സ് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഏജ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ OBC ആണെങ്കിൽ 3 ഇയേഴ്സ് കൂടെ പ്ലസ് 3യും കൂടെ വരും. SC/ST ആണെങ്കിൽ +5ഉം കൂടെ വരും. അത്ര വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലോവർ ലിമിറ്റ് 18 തന്നെയാണ്. 7th പേ കമ്മീഷനാണ് വരുന്നത്. ഓക്കെ, 7th പേ കമ്മീഷനാണ് എക്സാമിന് എന്ത് നിങ്ങൾക്ക് സാലറി ആയിട്ട് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഗ്രേഡുള്ള ഒരു എക്സാമിനേഷൻ ലെവലാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ എന്താണ്? റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ സാലറി ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നത്. ബേസിക് പേ കണ്ടോ? ബേസിക് 35,400 ആണ് പറയുന്നത്. ഒരു 35,000 ആണ് ബേസിക് പേ പറയുന്നത്. ബേസിക്ക് പോലും 35,000 ആണ് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്ററിന്. അത് പിന്നെ ഓരോ ഇൻക്രിമെൻറ്റ്സ്, ഓരോ അലവൻസ്, ഗ്രേഡ് പേ ഉണ്ട്, DA വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്, HRA വരുന്നുണ്ട്. അങ്ങനെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് കണ്ടോ 56,000 വരെ കിട്ടാറുണ്ട്. 56,000 ആൻഡ് എബോവ് വരെ കിട്ടാറുണ്ട്. ഒരു 57,000 വരെയുള്ള കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതായത് ഒരു മാസം നിങ്ങളുടെ കയ്യിൽ ബേസിക് പേ എത്ര കിട്ടും? 56,000 വരെ എന്ത് ചെയ്യും? ഒരു 3-4 മാസം പ്രൊബേഷണറി പീരീഡ് ഉണ്ട്. ഒരു 2 വർഷമൊക്കെ പ്രൊബേഷണറി പീരീഡൊക്കെ ആയി കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് കേട്ടോ. ട്രെയിനിങ് ഒക്കെ 78 ദിവസത്തിൻ്റെ ട്രെയിനിങ് ആണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ഈ ഒരു സാലറി, സ്റ്റേഷൻ മാസ്റ്ററിന് ഈ ഒരു സാലറിയിൽ എത്തുന്നത്. ബേസിക് പേ എത്രയാണ്? 35,400 ആണ് കേട്ടോ. 35,000 കിട്ടുന്നുണ്ട്. ബാക്കി ഒരു എക്സാമിനേഷൻ നമ്മൾ സങ്കല്പിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പേ തന്നെയാണ് 35,000 ബേസിക് പേ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക. പിന്നെ എന്താണ്? ഓരോ സ്റ്റേഷൻ മാസ്റ്റർക്കും നമ്മളിപ്പോൾ എക്സ് കാറ്റഗറി സിറ്റീസ് ഉണ്ട്, X, Y, Z എന്ന് പറയുന്ന സിറ്റി സോൺസ് ഉണ്ട്. അപ്പോൾ ഏത് സിറ്റിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകം അലവൻസ് കാണും, പ്രത്യേകം സാലറി അഡീഷണൽ പോയിന്റ്സ് കാണും. അത് കഴിഞ്ഞ് നമുക്ക് പറയാനാണെങ്കിൽ എത്ര വർഷം കഴിയും? 3 വർഷമോ 5 വർഷം കൂടുന്തോറും നിങ്ങൾക്ക് വീണ്ടും എന്ത് വരും? നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ്സ് വരും. സാലറി ഇത്ര ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റേഷൻ മാസ്റ്റർ ജോലി അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാലും സ്റ്റേഷൻ മാസ്റ്റർ അത്യാവശ്യം ഇത്രയും സാലറി കിട്ടുന്നതുകൊണ്ട് അതിൻ്റേതായ റിസ്ക് ഉണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നൈറ്റ് ഷിഫ്റ്റുകൾ കയറേണ്ടി വരും. അങ്ങനെ ഒരു ഓവറോൾ ഒരു പണിയെടുത്ത പണിയാണെങ്കിൽ പോലും നമുക്ക് എന്താണ്? അത്യാവശ്യം നല്ല ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ്. ആ ഒരു കാര്യം മനസ്സിലായി. എന്ത് ജോലി ചെയ്താലും നിങ്ങളത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഏതൊരു ജോലിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോയാലും നിങ്ങൾക്ക് എന്തുണ്ടാവും? അതിൻ്റേതായ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു നമുക്ക് എന്തുണ്ട്? ഒരു ബാക്ക് ഫയറിങ് കിട്ടുന്ന ഒരു സംഭവങ്ങൾ അതിനകത്ത് കാണും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ എന്താണ്? നിങ്ങളെപ്പോഴും പോസിറ്റീവ്സ് മാത്രം നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുക. 35,000 ബേസിക് പേ കിട്ടുന്നു. അത് കഴിഞ്ഞ് ഇൻഹാൻഡ് സാലറി 56,000 പറയുന്നത് വളരെ ചെറിയ കാര്യമല്ല, അത് ഭയങ്കര വലിയ കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് മൊത്തം സെറ്റിലാവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചുയരണം. ആ ഒരു പഠിത്തം നിങ്ങൾ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും സാലറി പറയുന്നത് വെറുതെ അല്ല, ആ ഒരു പൊസിഷനിൽ എത്താൻ അത്രയും പാടാണ്, അത്രയും ഈസി ആയിട്ടൊരു കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ എനിക്ക് തോന്നുന്നു 5 months അല്ലെങ്കിൽ ഒരു 3 months കൂടുതലുള്ള ടൈം നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. 7th പേ കമ്മീഷനിലുള്ള സാലറിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ജോലിയിലേക്ക് കയറാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, ഇത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. എന്നുവെച്ചാൽ സമയം എടുക്കും, ടൈം എടുക്കും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ പറഞ്ഞല്ലോ 18 to 33, നിങ്ങളൊരു 20 വയസ്സിൽ ജോലിക്ക് കയറിയവരാണെന്ന് വിചാരിച്ചോ. ആദ്യം ഒരു അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് കയറി, ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ ആവുന്നു. പക്ഷേ നിങ്ങൾ ത്രൂ ഒരു 10 years എന്ന് പറഞ്ഞൊരു ടൈം പീരീഡ് നോക്കുമ്പോൾ നിങ്ങൾ അറ്റ് ദ എൻഡ് നിങ്ങൾ ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ നിങ്ങൾ ആരായിരിക്കും, ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റിലേക്ക് എത്തും. ആദ്യം പിന്നെ എന്തായി മാറും, സ്റ്റേഷൻ സൂപ്രണ്ടൻ്റ് ആയി മാറും, പിന്നെ അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻ മാനേജർ ആവും, പിന്നെ ഡിവിഷൻ ഓപ്പറേഷൻ മാനേജർ എന്നുള്ള രീതിയിൽ ഒരു ഹൈ പോസ്റ്റിലേക്ക്, ഹെഡ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് നിങ്ങൾക്ക് സുപ്പീരിയർ ലെവലിലേക്ക് മാറാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് ഈ ഒരു ജോലിയിൽ കയറിയാൽ. അപ്പോൾ ഇതൊരു ചെറിയ ജോലിയായിട്ട് കാണാണ്ട് ഇതെന്ത് ചെയ്യുക, ഭയങ്കര വലിയ ജോലിയുമാണ്. അതിനനുസരിച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. അത്ര ചെറിയ കട്ട് ഓഫ് ഒന്നും ആയിരിക്കത്തില്ല ഇതിന് വരുന്നത്, അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 100-നാണ് മാർക്ക് വരുന്നത്. 100-ന് മാക്സിമം ഒരു 80 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് കണക്കാക്കി തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സിലബസ് എന്തൊക്കെയാണെന്ന് മറക്കണ്ട. നമുക്ക് മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ ജി കെ എന്ന് പറയുമ്പം ജി കെയും GS കൂടെ ചേർന്ന പോർഷനാണ്. ഓക്കെ, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ജി കെ ഉണ്ട്, GS ഉണ്ട്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഈ 100 മാർക്ക് അങ്ങനെ വെറുതെ കളയാനുള്ള മാർക്കല്ല. 100 മാർക്ക് നിങ്ങൾക്ക് വെറുതെ കളയാനുള്ളതല്ല. മാത്സിൽ നിന്ന് 30 മാർക്കുണ്ട്, റീസണിങ്ങിൽ നിന്ന് 30 മാർക്കുണ്ട്, GS 40 മാർക്കുണ്ട്. ഓക്കെ, GS ചിലപ്പോൾ ഡിവൈഡ് ചെയ്തായിരിക്കും, GK-ന്ന് 20, GS-ന്ന് 20, ആ ഒരു രീതിക്കായിരിക്കും വരുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിലേറെ ടൈമുണ്ട്. മാത്സ് എന്ത് ചെയ്യുക, പരമാവധി സെറ്റ് ചെയ്യുക. മാത്സ് കംപ്ലീറ്റ് എഫേർട്ട് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് അങ്ങ് കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ കവർ ചെയ്തോ. കാരണം ഒരു മാസം സമയം കൊണ്ട് നിങ്ങൾ മാത്സിൻ്റെ പോർഷൻസ് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് CGL-ന് അത് ഉപയോഗപ്പെടും, നിങ്ങൾക്കത് MTS-ന് അത് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ എന്ത് വരുന്ന RPF പോലുള്ള ചെറിയ എക്സാം ആയാൽ പോലും അതിനെല്ലാത്തിനും നിങ്ങൾക്ക് മാത്സ് ആവശ്യമുണ്ട്. മാത്സ് ഇല്ലാത്ത ഒരു എക്സാമിനേഷൻ ഇല്ല. അപ്പം മാത്സിൻ്റെ സിലബസ് കവർ ചെയ്താൽ നിങ്ങൾ ഹാഫ്ലി സെറ്റ് എന്നുള്ളൊരു രീതിക്ക് തന്നെ ആലോചിക്കുക. പിന്നെ നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ കാര്യം ഒന്നും പേടിക്കേണ്ടതില്ല. ഈ റീസണിങ് ഒക്കെ മാക്സിമം നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്പീഡ് കൂട്ടിയെടുക്കാൻ മാത്രമേ റീസണിങ് ശ്രദ്ധിക്കാവൂ. ബാക്കിയൊക്കെ നമ്മുടെ ലോജിക്കിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ലോജിക്ക് എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന GS. അതിൽ GS 20 മാർക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിച്ച് നിങ്ങൾ സെറ്റാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ GS അത്യാവശ്യം സ്റ്റാൻഡേർഡോടെ നല്ലപോലെ പഠിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ GK മാത്രം ഡെയിലി ഒന്ന് എന്ത് ചെയ്താൽ മതി, അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം സ്റ്റാറ്റിക് GKയുടെ പോർഷൻസ് കുറേ ഉണ്ട്. അത് ബുക്ക് വാങ്ങിച്ച് വെച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പഠിക്കുകയോ എന്തെങ്കിലും ചെയ്ത് സ്റ്റാറ്റിക് പോർഷൻസ് ഇങ്ങനെ എന്ത് ചെയ്യണം, കവർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല ഒരു മാർക്ക് 80-ൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്നുള്ളത്. എനിക്ക് 70 എബോവ് കിട്ടിയാൽ മതി നിങ്ങൾക്ക്. എന്നാലും നിങ്ങൾ 80 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് തന്നെ മാക്സിമം പഠിച്ചോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേഷൻ മാസ്റ്റർ അല്ല, നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ, നല്ലൊരു ഈ ഒരു RRB NTPC വരുന്ന എല്ലാ ജോലീസും നല്ലതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി സെറ്റാണ്. സ്റ്റേഷൻ മാസ്റ്റർ ഒരു ചെറിയ ജോലിയല്ല, അതിൻ്റെ എഫേർട്ട് മാക്സിമം ഇടണം. ആ ഒരു സാലറി സ്കെയിലിലേക്ക് എത്താനും നിങ്ങൾ അത്രത്തോളം എഫേർട്ട് ഇടണം. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കുക. ഈ ഒരു മനസ്സിൽ എന്ത് ചെയ്യുക, എയിം വെച്ച് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക, ടാർഗറ്റ് സെറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.